അതെന്താ അമ്മ അങ്ങനൊരു വർത്താനം? ഇപ്പൊ ഭാര്യ വന്നോണ്ട് തീരുമാനം എടുക്കാൻ അമ്മേനെ ഒഴിവാക്കിയെന്ന്. ഇവിടെ ആരും അമ്മേനെ ഒഴിവാക്കിയതല്ല. അമ്മേന്റെ തോന്നലാണ്. അവള് വന്നതിന് ശേഷം അവളെന്റെ മോനെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന്. അമ്മ ഞാനിവിടെ ആരും തട്ടിപ്പറിച്ച് കൊണ്ടുപോകാനൊന്നും വന്നതല്ല. എന്നെ ഇവിടെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പൊ അമ്മയുടെ മോനാണ് ശരി. പക്ഷേ ഇപ്പൊ എന്റെ ഭർത്താവും കൂടെ ആണല്ലോ. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കണ ചായ മാത്രമേ കുടിക്കുള്ളൂ, ഞാൻ ഉണ്ടാക്കണ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ, ഞാൻ പറയണ കളർ ഡ്രസ്സ് മാത്രമേ സെലക്ട് ചെയ്യൂ, ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ പിന്നെ മോനെ കെട്ടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഒടിച്ചു മടക്കി ഷോക്കേസിലോ കബോർഡിലോ എല്ലാം കയറ്റി വെച്ചാൽ മതിയായിരുന്നല്ലോ. അതാവുമ്പോ എന്നും അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം പോലെ കൊണ്ടു നടക്കായിരുന്നല്ലോ. അമ്മ ഞാൻ ഒരു കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, അവൻ ചെറിയ കുട്ടിയൊന്നുമല്ല അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട്. അവന് 10-26 വയസ്സുണ്ട്. അപ്പൊ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ബുദ്ധിയും പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അമ്മ അവന്റെ കാര്യങ്ങൾ അവന് ചെയ്യാനായിട്ട് ഒന്ന് വിട്ടുകൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്കിപ്പോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അവന്റെ കൂടെ ഒന്ന് ഒറ്റയ്ക്ക് പുറത്തു പോകണം, അവൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം. അമ്മ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും അമ്മയ്ക്കും ഇതുപോലത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു.